ഉസ്ബെക്കിസ്ഥാനിൽ വന്നിട്ട് 5ാമത്തെ ദിവസത്തെ ടൂറാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ സമർക്കന്ദിൽ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി കാഴ്ചകളുണ്ട് സമർക്കന്ദിൽ കാണാനുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നേരെ ബുക്കാറയ്ക്ക് പോവാണ് കേട്ടോ. ബുക്കാറയ്ക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോളം നമുക്ക് ഇവിടുന്ന് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഉച്ച വരെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ബുക്കാറയ്ക്ക് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ നല്ലൊരു ടെറൈനാണ്, നല്ലൊരു റൂട്ടാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് മാക്സിമം സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ലേറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല വിചാരിച്ചിട്ട്. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കാണാം സമർക്കന്ദിലെ വിശേഷങ്ങളും അതേപോലെ സമർക്കന്ദിൽ നേരെ ബുക്കാറ വരെയുള്ള നമ്മുടെ ഒരു റോഡ് ട്രിപ്പിന്റെ വിശേഷങ്ങളും കാണാം. 2ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കഴിച്ചു. അതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ ട്രഡീഷണലായ രീതിയിലുള്ള ഒരു പാൽക്കഞ്ഞുണ്ട്. നല്ല അടിപൊളി ഒരു ഡിഷായിരുന്നു. നല്ല രീതിയിലുള്ള ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ഇതായിരുന്നു കേട്ടോ നമ്മുടെ റൂം. നോക്കി ഇവിടെ 4 കട്ടിലുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. നല്ലൊരു റൂമായിരുന്നു, കുഴപ്പമില്ല. നല്ല AC കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു പുതിയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു റൂമാണ്. ലോക്കലുകൾ നടത്തുന്ന ഹോം സ്റ്റേ പോലുള്ള പേരൊക്കെ ഹോട്ടലിൽ നിന്നാണ്, പക്ഷെ അത് ഹോട്ടലിൻ്റെ ഒരു സ്റ്റാൻഡൊന്നും ഇല്ല, അങ്ങനെയുള്ളതാണ്. പക്ഷെ കുഴപ്പമില്ല. എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളിപ്പോൾ ഇനി നേരെ ഇവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു കേട്ടോ. $4 കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് തുണിയൊക്കെ വാഷ് ചെയ്ത് എടുത്ത്. ഇങ്ങനെയുള്ള വണ്ടികൾ കുറേ ഉണ്ട്, കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. ബൈക്കിന്റെ പോലെയാണ്, ബൈക്കിന്റെ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. ഹോട്ടൽ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ടൂറ് ആരംഭിക്കാൻ പോവാണ് കേട്ടോ. സമർക്കന്ദിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ വലിയൊരു സ്മാരകത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഷാഹി സിന്ദ നെക്രോപോളിസ് എന്നറിയപ്പെടുന്ന ഈ വലിയ ഒരു സ്മാരകം കാണാനാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഈ ഒരു സ്മാരകം കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബുക്കാറയ്ക്ക് പോകണം. അത് പെട്ടെന്ന് തന്നെ കാണില്ല, അത്യാവശ്യം കുറച്ച് സമയം എടുക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ലെങ്ത്തിൽ കിടക്കണ വലിയൊരു സ്മാരകമാണ് അത്. ഷാഹി സിന്ദ എൻസെമ്പിൾ എന്നാണ് കേട്ടോ അതിൻ്റെ ഒരു പേര് പറയണേ. സമർക്കന്ദിലെ ഏറ്റവും നിഗൂഢവും അതുല്യവുമായ ഒരു വാസ്തുവിദ്യാ സ്മാരകങ്ങളിലൊന്നാണ് ഈ ഷാഹി സിന്ദ കോംപ്ലക്സ്. നമ്മുടെ ഈ വലിയൊരു എൻട്രൻസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അവിടെ ഒരു കാസ ഡെസ്ക് ഉണ്ട്. അവിടെ നമുക്ക് അതിൻ്റെ ടിക്കറ്റ് എടുക്കാം. ഏകദേശം 40,000 ഉസ്ബെക്ക് സ്വാമാണ് ഒരു അഡൾട്ടിന് ടിക്കറ്റ്. അതുപോലെ 20,000 ഉസ്ബെക്ക് സ്വാമാണ് കുട്ടികളുടെ ഒരു ടിക്കറ്റ് ഫെയർ വരുന്നത്. പതിനഞ്ചാം നൂറ്റാണ്ടിൽ പണിയെടുപ്പിച്ച ഒരു സ്മാരകമാണ് നമ്മൾ ഈ കാണുന്നത്. തൈമൂറിൻ്റെ കോർട്ടിലെ ഉലും എന്ന പേരുള്ള ഒരു നേഴ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്മാരകം തൈമൂർ നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഈ ഉലും എന്ന നേഴ്സിനെ അടക്കിയ ഒരു മുസോളിയം കൂടിയാണ് ഈ ഒരു സ്മാരകം. ഒരു മലയുടെ മേലേക്ക് ഇങ്ങനെ സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു സ്മാരകം നിർമ്മിച്ചത് കേട്ടോ. ഇനി വരുമ്പോൾ ഭയങ്കര രസമാണ് കാണാൻ. 14-15 നൂറ്റാണ്ടുകളിൽ ഒന്നിനു പുറകെ ഒന്നായി നിർമ്മിച്ച 11 ശവകുടീരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കാണുന്ന ഷാഹി സിന്ദ. തിളങ്ങുന്ന നീല നിറങ്ങളിലുള്ള ശവകുടീരങ്ങളുടെ നിരകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഈ കാണുന്ന തെഗ്ലു തെക്കിൻ മുസോളിയം 1376 നിർമ്മിച്ചതാണ്.
അമീർ തിമൂറിൻ്റെ കമാൻഡറായിരുന്ന അമീർ ഹുസൈനെയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. ഈ കാണുന്ന വലിയ സ്മാരകങ്ങളിലല്ലാതെ പുറത്തും ഒരുപാട് ആൾക്കാരെ അടക്കിയിട്ടുണ്ട്. അതിൻ്റെ ശവക്കല്ലറകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ബിബി ഖാനും മോസ്കിൻ്റെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഷോദി മുൽക്ക് ഒക്കോ മുസോളിയം 1372 പണി കഴിപ്പിച്ച വളരെ സുന്ദരമായൊരു സ്മാരകങ്ങളിലൊന്നായ ഇത് തിമൂറിൻ്റെ സഹോദരിയായ തുർക്കോൺ ഒക്കോയുടെ ബഹുമാനാർത്ഥം പണി കഴിപ്പിച്ചതാണ്. രാജകീയ വ്യക്തികളുടെയും പ്രഭുക്കന്മാരുടെയും പ്രധാനപ്പെട്ട ഒരു ശ്മശാന സ്ഥലമായിരുന്നു ഈ കാണുന്ന ഷാഹി സിന്ദ. ഇവിടെയുള്ള ഓരോ സ്മാരകങ്ങളും താഴികക്കുടമുള്ള ചതുരാകൃതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇഷ്ടികകൾ, മജോലിക ടൈലുകൾ, കൊത്തിയ മൊസൈക്ക് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കാണുന്ന കെട്ടിടങ്ങളുടെ വാസ്തുവിദ്യ അലങ്കാരങ്ങൾ അതിമനോഹരമാണ്. ഈ നെക്രോപോളിസിലെ പ്രധാന ശവകുടീരം മുഹമ്മദ് നബിയുടെ ബന്ധുവായ ഖുസാം ഇബ്നു അബ്ബാസിൻ്റെ സാങ്കല്പിക ശവകുടീരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രദേശത്ത് ഇസ്ലാം പ്രബോധനം ചെയ്തവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. പേർഷ്യൻ ഭാഷയിൽ ജീവിക്കുന്ന രാജാവ് എന്നർത്ഥം വരുന്ന ഷാഹി സിന്ദ എന്നാണ് ഈ കാണുന്ന സമുച്ചയത്തെ ആൾക്കാർ വിളിച്ചിരുന്നത്. പിന്നീട് ഈ സമുച്ചയം ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇന്ന് ഈ സ്മാരകങ്ങൾ ആളുകൾ വളരെ പവിത്രമായി തന്നെ കണക്കാക്കുന്നു. നമ്മൾ അപ്പോൾ ഷാഹി സിന്ദ മുസോളിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അടുത്തത് ഒലുഗ് ബേക്ക് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ ഒരു ലൊക്കേഷനിലേക്ക്. ഉസ്ബെക്കിസ്ഥാനിലെ വലിയൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു ഒലുഗ് ബേക്ക്. അപ്പോൾ ആൾ നിർമ്മിച്ചേക്കുന്ന ഒരു ഒബ്സർവേറ്ററി ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകൾ കാണാനാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഉലുഗ് ബേക്കിൻ്റെ ഒരു വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. മിർസോ ഉലുഗ് ബേക്ക് 1394 മുതൽ 1949 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. അമീർ തിമൂറിന് ശേഷം ഉസ്ബെക്കിസ്ഥാൻ ഭരിച്ചിരുന്നത് ഉലുഗ് ബേക്കാണ് കേട്ടോ. അപ്പോൾ ഉലുഗ് ബേക്കാണ് ഇവിടെ ഈ ഒബ്സർവേറ്ററി നിർമ്മിച്ചേക്കുന്നത്. ആദ്യകാലം മുതലൊക്കെ തന്നെ സ്പേസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത വലിയൊരു ഭരണാധികാരിയായിരുന്നു. $35,000 ഉസ്ബെക്ക് സോമാണ് ഒരു അഡൾട്ടിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അതേപോലെ 25,000 ആണ് കുട്ടികൾക്ക് വരുന്ന ഒരു ചാർജ്. ആയിരത്തി 1429 കാലഘട്ടത്തിൽ ഉലുഗ് ബേക്ക് നിർമ്മിച്ച സമർക്കന്ത് ഒബ്സർവേറ്ററി ഉസ്ബെക്കിസ്ഥാൻ്റെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ചുപ്പനാറ്റ കുന്നിൻ മുകളിലാണ് ഈ ഒരു സ്മാരക സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40 മീറ്റർ വ്യാസവും 30 മീറ്റർ ഉയരവുമുള്ള
വൃത്താകൃതിയിലുള്ള മനോഹരമായ ഒരു ബ്രേസഡ് ശീർഷകങ്ങളാൽ പൊതിഞ്ഞ 3 നിലകളിലായിരുന്നു ഈ നിരീക്ഷണാലയം. പ്രധാന ഹാളിൽ ചന്ദ്രൻ, സൂര്യൻ, സ്വർഗത്തിൻ്റെ നിലവറയിലെ മറ്റു നക്ഷത്രങ്ങൾ എന്നിവയെ നിരീക്ഷിക്കാൻ ഒരു വലിയ ഉപകരണം സ്ഥാപിച്ചിരുന്നു. ഒബ്സർവേറ്ററിയുടെ അക്കാലത്തെ സവിശേഷമായ നിർമ്മാണമായിരുന്നു ഗോണിയോമീറ്റർ. ലംബവൃത്തമായിരുന്നു നിരീക്ഷണാലയത്തിൻ്റെ അടിസ്ഥാനം. ഉലുഗ് ബേക്കിൻ്റെ മരണശേഷം നിരീക്ഷണ കേന്ദ്രം മതവിശ്വാസികൾ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. 1908 മാത്രമാണ് പുരാവസ്തു ഗവേഷകനായ വ്യാറ്റ്കിൻ നിരീക്ഷണാലയത്തിൻ്റെ സ്ഥാനം പരാമർശിക്കുന്ന ആദ്യത്തെ രേഖ കണ്ടെത്തിയത്. നിർഭാഗ്യവശാൽ നിരീക്ഷണാലയത്തിൻ്റെ ഭൂഗർഭ ഭാഗവും കെട്ടിടത്തിൻ്റെ അടിത്തറയും മാത്രമേ ഇപ്പോൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നമ്മൾ 2 സ്ഥലത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്ക് കൂടി പോകണം കേട്ടോ. അതും കൂടി കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ബുക്കാറെ പോകാൻ വേണ്ടിയിട്ട്. സമർഖന്ദ് സിറ്റി കൂടെയുള്ള ഒരു ട്രാം സർവീസാണ് നമ്മൾ കാണുന്നത് കേട്ടോ. 2017 മുതലാണ് ഇവിടെ ഈ ഒരു ട്രാം സർവീസ് ആരംഭിച്ചത്. നമ്മളിപ്പോൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഏറ്റവും പ്രസിദ്ധമായ ഭരണാധികാരിയായ അമീർ തിമൂറിനെ അടക്കിയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അമീർ തിമൂർ മുസോളിയം എന്ന് പറയുന്ന ആ ഒരു സ്മാരകത്തിൻ്റെ അവിടേക്കാണ് നമ്മൾ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുള്ള ഏരിയ കേട്ടോ. കണ്ട മൊത്തം ഫുള്ള് ഗ്രീനറി കയറ്റിയിട്ടുള്ള ഏരിയയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു സ്മാരകം കാണാൻ നമ്മൾ പോകുന്നത് കേട്ടോ. $50,000 അഡൽറ്റിന് വരുന്നത്, 30,000 ചിൽഡ്രൻ വരുന്നത് കേട്ടോ. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാസ്തുവിദ്യാ സ്മാരകങ്ങളിലൊന്നായ ഗുർ അമീർ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സമർഖന്ദിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. സങ്കീർണമായ മുറ്റം, അതിൻ്റെ മൂലകളിൽ 4 മിനാരങ്ങളുള്ള ഒരൊറ്റ അലങ്കാരഭിത്തി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഗംഭീരമായ പ്രവേശന കവാടം വാസ്തുവിദ്യ സമ്പന്നമാണ്. ഒരുപാട് ആൾക്കാരെ അടക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുള്ള്. കണ്ടോ, നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടോ നോക്കി കുറേ ഉണ്ട്. മഹത്തായ ഈ സമുച്ചയത്തിൽ മുഹമ്മദ് സുൽത്താൻ്റെ മദ്രസ, അമീർ തിമൂറിൻ്റെ ചെറുമകൻ, പിന്നീട് അമീർ തിമൂറിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുടെയും ശവകുടീരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അമീർ തിമൂറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചെറുമകനായ ഉലുഗ് ബേഗാണ് ഈ ഒരു സ്മാരകം നിർമ്മാണം പൂർത്തിയാക്കിയത്. മധ്യകാല വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് ഈ ശവകുടീരം. താഴികക്കുടവും നിലവറ ചുമരുകളും പൂർണ്ണമായും ഇളം നീല നിറത്തിലുള്ള തിളങ്ങുന്ന ഇഷ്ടികകൾ, ഗിൽഡിംഗ്, പെയിൻറ്റിംഗ് എന്നിവയുടെ മൊസൈക്കുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. താഴികക്കുടത്തിലെ ഈ ഡിസൈനുകൾ നക്ഷത്രനിബിഡമായ ആകാശത്തെ അനുസ്മരിപ്പിക്കുന്നു. ഏത് സ്മാരകങ്ങൾ കാണാൻ പോയാലും അവിടെ ഇതേപോലുള്ള അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഗൈഡ് സർവീസ് അവൈലബിൾ ആണ്, പക്ഷേ അതിന് 50,000 സ്വന്തം കൊടുക്കണം. ഗ്രേറ്റ് മുഗൾ വാസ്തുവിദ്യയുടെ പ്രസിദ്ധമായ മാതൃകകളുടെ ഒരു മാതൃകയായിരുന്നു ഗുർ അമീർ. അപ്പോൾ ഇനി നമ്മുടെ യാത്ര സമർഖന്ദിലെ കാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിർത്തി. ഇനി കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ ഇനി അടുത്ത് എപ്പോഴെങ്കിലും വരണമെങ്കിൽ കാണാൻ വിചാരിക്കണം കേട്ടോ. ഇനി നമുക്ക് നേരെ ഇനി
ബുക്കാറയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റേയും നാളത്തെ സ്റ്റേയും ഇനി ബുക്കാറയിലാണ്. 2 ദിവസമുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരം ആവട്ടെ അവിടെ എത്തുമ്പോൾ. നമ്മൾ അത്രമാത്രം ഓടാനുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിനി നേരെ തിരിച്ചു പോകാം. നമ്മൾ എന്താ പറയുക, സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ച ആൾക്കാരുടെ ഒക്കെ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അവരുടെ ഖബറൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതേപോലെ അവർ ഉണ്ടാക്കിയ ഓരോ സ്ഥലങ്ങളും അവർ നടന്ന സ്ഥലങ്ങളും അവരടക്കിയ സ്ഥലങ്ങളും അവരുടെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. നമുക്കിനി നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നേരെ ഇവിടെ നിന്ന് വിടാം കേട്ടോ. ഇപ്പോൾ വിൻ്റർ ടൈമിൽ വന്നു കഴിഞ്ഞാലും നല്ല രസമായിരിക്കും കേട്ടോ. എന്താ വെച്ചാൽ നല്ല ഒരു ആംബിയൻസ് ആയിരിക്കും. മഞ്ഞുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് സമർക്കന്ദിൽ നിന്ന് ഇപ്പോൾ നേരെ ബുക്കാറയ്ക്ക് പോകണം കേട്ടോ. 269 കിലോമീറ്റർ ആണ് കേട്ടോ. 4 മണിക്കൂർ 9 മിനിറ്റാണ് കാണിക്കുന്നത് കേട്ടോ ഗൂഗിൾ മാപ്പിൽ. പക്ഷെ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഒരുപാട് സമയം എടുക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളെന്തായാലും അവിടെ ഇവിടെയൊക്കെ ഒന്ന് നിർത്തിയിട്ടൊക്കെ പോകുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് നിർത്താണ്ട് പോണ പരിപാടി ഇല്ല. എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാനല്ല പോകണം. അതിനനുസരിച്ച് നമ്മൾ നിർത്തിയിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ എത്താമെന്ന് വിചാരിക്കില്ല. നമ്മൾ ബുക്കാറയ്ക്ക് പോകണ വഴിക്ക് ഫുഡ് കഴിക്കാൻ വിചാരിച്ച് നിർത്തിയ ഒരു ജംഗ്ഷൻ കേട്ടോ. പക്ഷെ നമ്മളവിടെ നോക്കിയിട്ട് നമുക്ക് പറ്റിയൊരു ഫുഡ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ യാത്ര തുടർന്നപ്പോൾ നേരെ ഇതാണ് ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പ്. അവിടെ നിന്ന് ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് ആണ് നമ്മളവിടുന്ന് യാത്ര തുടങ്ങിയത്. 10,000 ഉസ്ബെക്ക് സോമാണ് കേട്ടോ 1 ലിറ്റർ പെട്രോളിന് ചാർജ് വരുന്നത്. നമ്മൾ യാത്രയിൽ കാണാൻ പറ്റുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഇവിടെയുള്ള സ്കൂൾ കുട്ടികൾ അവർ വെക്കേഷൻ ടൈമിൽ നടത്തുന്ന ചെറിയൊരു ബിസിനസ്സാണ് കേട്ടത്. അതുപോലുള്ള ഐസ്ക്രീം കച്ചവടങ്ങൾ നമുക്ക് ഹൈവേയുടെ പല സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അധികം പൈസ ഒന്നുമില്ല, ചെറിയൊരു പൈസയ്ക്കാണ് അവർ ഐസ്ക്രീം കൊടുക്കുന്നത്. അവർക്ക് ചെറിയൊരു പോക്കറ്റ് മണിക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണത്. നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ ഒരു ലൊക്കേഷനാണിത്. ഒരു ചെറിയൊരു ഷോപ്പാണ്. അതൊരു ഫാമിലി നടത്തുന്ന ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ബാർബിക്കൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സാധാരണക്കാരുടെ കടയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈസ കുറവാണ്, പിന്നെ നല്ല ഫുഡായിരിക്കും. ഇതേപോലെ കട്ടിൽ പോലുള്ള സംഭവങ്ങളുമാണ് ആൾക്കാർ ഇരിക്കുന്നത് കേട്ടോ. ഇത് നല്ലൊരു ആംബിയൻസ് ആണ്. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നോക്കി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതാ ഇങ്ങനത്തെ ഒരു പഴയൊരു ബിൽഡിംഗ് ആണ്. അതിൻ്റെ സൈഡിലാണ് ഫുള്ള് ഫാമിലിയാണ് ഇവിടെ നമുക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ ലോക്കൽ ബീറാണ് നമ്മൾ കാണുന്നത്. ഏത് ചെറിയ ഷോപ്പിലായാലും ഇതേപോലുള്ള ഒരു കണ്ടെയ്നറിൽ നിന്ന് ഒരു പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഗ്യാസൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ നിറച്ച് തരുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. അത് ഏത് ചെറിയ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എല്ലായിടത്തും ഇതേപോലെ ബീർ ഇവിടുത്തെ അവൈലബിൾ ആണ്. മീറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൊക്കോള കുടിക്കുമ്പോൾ ഒരു വേറൊരു രസമാണ് കേട്ടോ. വെള്ളം കുടിക്കാൻ വേണ്ടി തരുന്നത് ഗ്ലാസ് അല്ല, ഇതേപോലെ ഓരോ കോപ്പകളാണ്. ഉസ്ബെക്കിസ്ഥാന്റെ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം. കോപ്പയിലാണ് നമ്മൾ വെള്ളം കുടിക്കുന്നത്. ചെറിയൊരു തിരക്കി കൂടെ പോണത്. പക്ഷെ റോഡ് ഇങ്ങനെ കിട്ടുന്ന ഭയങ്കര നോയ്സ് വരുന്നുണ്ട്. ഭയങ്കര ഗട്ടർ റോഡുകളാണ്. എന്താ വെച്ചാല് മെയിൻ വലിയ ഗട്ടറല്ല, ചെറിയ ചെറിയ ഗട്ടറായിട്ട് ആകെ വിണ്ട് പൊളിഞ്ഞ ടൈപ്പ് റോഡാണ് ഈ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല. കട ചാടി ഇങ്ങനെ പോകണം. സ്മൂത്ത് ഡ്രൈവ് അല്ല, എന്നാലും സ്പീഡിൽ കുറവൊന്നുമില്ല. സ്പീഡ് വെച്ചെടുത്തിട്ടുണ്ട്. 70 കിലോമീറ്റർ സ്പീഡാണ് ഈ റോഡിൽ അലൗഡ് ചെയ്യുന്നത്. നമുക്കൊരു 5 കിലോമീറ്റർ സ്പീഡ് കൂടി പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ ക്യാമറ അടിക്കും. ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കത്തിച്ചു കൊടുക്കും. ക്യാമറ ഉള്ളടത്ത് വരുമ്പോൾ ചാട്ടും. ഇതെന്റെ പരിപാടി. നമ്മൾ കുറെ കാണുന്ന ഈ റോഡിന്റെ സൈഡിൽ ഇതേപോലെയുള്ള ഒരുപാട് ഫാമുകൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കിയതാണ്. ഹൈവേ സൈഡിൽ തന്നെയാണ്, വലിയൊരു തോട്ടാണ്. അപ്പൊ ആ തോട്ടത്തിൽ കൂടെ നമ്മളിങ്ങനെ പോയി നോക്കിയതാണ്. അപ്പൊ ഒന്ന് നോക്കിയപ്പോഴാണ് ചെറിയാന്ന് മനസ്സിലായത്.
ഒരുപാട് ചെറിയുണ്ട്, പക്ഷെ അതിപ്പോ ഉണങ്ങി നിൽക്കണം അവിടെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഴുത്തത് കിട്ടുള്ള എല്ലാം ഉണങ്ങി പോയി നോക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ തിരിച്ചു പോകണം. നമ്മള് ഹൈവേ കൂടെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചുറ്റിലും നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് കൃഷി സ്ഥലങ്ങൾ കാണുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു ചതുപ്പ് പോലെ ഉണ്ട്. ഇവിടെ കുറെ മരങ്ങളുണ്ട്. ആ മരങ്ങളിൽ എന്തോ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അത് ആപ്പിളാണോ അത് വേറെ എന്തോ ആണോ എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാൻ പറ്റി. ഓക്കെ, നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല കൃഷി സ്ഥലങ്ങൾ മൊത്തം. അറ്റത്ത് വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇവിടെ ഇങ്ങനെ ഇവിടെ ഒരു പാടത്തിന്റെ ഒരു സെറ്റപ്പ് ആണ്. അവിടെ എന്തോ ഒരു മരത്തമ്മ കായുണ്ടായിരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പോയി നോക്കാൻ വിചാരിച്ചിട്ട് നമ്മള് ഹൈവേ കൂടെ പോകുമ്പോ ഇങ്ങനെ കണ്ടാവും കേട്ടോ. അപ്പൊ അങ്ങനെ ഇറങ്ങിയതാണ്. എന്താണെന്ന് അറിയില്ല. ആപ്പിള് മരങ്ങൾ കുറെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ആപ്പിളുകൾ നോക്കി നല്ല അടിപൊളി ആപ്പിളുകളാണ് നിൽക്കുന്നത്. ഒരുപാട് ആപ്പിളുണ്ട്. ഇതിന്റെ ഉടമസ്ഥന്മാരൊക്കെ എവിടെയാന്ന് നമുക്ക് അറിയില്ല. നോക്കാം. നല്ല ആസ്വദം. സൂപ്പർ ആപ്പിളാ. ഫൈനലി നമ്മളങ്ങനെ ആപ്പിൾ തോട്ടം എത്തിക്കണ്ടെത്തിയിരിക്കുകയാണ്. റോഡ് സൈഡില് പച്ചാപ്പിള് നീ കാണില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. കാരണം ഇവിടെ നോക്കുമ്പോൾ ചെറിയത് എനിക്ക് ആപ്പിളാണോ വേറെ എന്തെങ്കിലും അറിയില്ല. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയത് നല്ല അടിപൊളി ആപ്പിളാ. നല്ല മധുരമുണ്ട്. നല്ല മധുരമുണ്ടല്ലേ? ഇവിടുന്ന് കുറച്ച് ആപ്പിള് പൊട്ടിച്ചിട്ടാ. അതിന്റെ ഉടമസ്ഥനെ കാണല്ലേ. ഉടമസ്ഥനെ കണ്ടാൽ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുക്കാം. നമ്മൾ ഇവിടുന്ന് പൊട്ടിച്ച് ഒരു പ്രത്യേക ഒരു ഫീലാണ് നമുക്ക് അല്ലേ. ഇപ്പൊ കൃഷിക്കാരന്മാരെ കണ്ടില്ല. കൃഷിക്കാരെ കണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം. നോക്കാം. അപ്പൊ നമ്മുടെ യാത്ര വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. പക്ഷെ അങ്ങനെ നോക്കി പോകണം കേട്ടോ. നമുക്ക് എന്നാലും കാണാൻ പറ്റുള്ളൂ. റോഡ് സൈഡിലേക്ക് നമ്മളിങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ പെട്ടെന്ന് ചെറിയ ഇതായിട്ട് കണ്ടു. ഒരു ഇങ്ങനെ നിൽക്കണം ആപ്പിൾ പോലെ സംതിങ് കണ്ടുകൊണ്ട് ഇങ്ങനെ നിർത്തിയതാണ്. എന്നുവെച്ചാൽ ദൂരം നമുക്ക് പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവല്ലേ. അതാണ്. നമ്മൾ ഹൈവേ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് കൃഷി സ്ഥലങ്ങളും അതിൻ്റെ നടുക്ക് ഒരുപാട് വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കൃഷി സ്ഥലങ്ങളുടെ ഇടയിൽക്കൂടെ നമ്മൾ ആ വീടിൻ്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയി നോക്കിയതുണ്ട്. നല്ല ചെറിയ ചെറിയ ഗ്രാമങ്ങളും അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് വീടുകളൊക്കെ ആയിരുന്നു. ഓരോ വീട്ടിലും അവരുടെ ആപ്പിൾ തോട്ടങ്ങളും അങ്ങനെയുള്ള കുറേ മരങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല രസമായിരുന്നു ആ ഏരിയ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം ആ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളപ്പോൾ അവിടെ നമ്മുടെ യാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്തത് കേട്ടോ. സമർക്കണ്ടിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ ഈ യാത്ര നമ്മൾ ഫൈനലി നമ്മൾ നേരെ ബുക്കാറയിലേക്ക് എത്തിച്ചേർന്നു കേട്ടോ. കാണുന്നതാണ് ബുക്കാറയുടെ മെയിൻ ഒരു ഗേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബുക്കാറയിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഒരു റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി റൂം എടുത്തിട്ടുണ്ട്. ഓർസു ഹോസ്റ്റൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഒരു ഫാമിലി നടത്തുന്ന ഒരു ഹോസ്റ്റലാണ് കേട്ടോ. അതിലൊരു നമ്മളൊരു ഫാമിലി റൂമാണ് എടുത്തിട്ടുള്ളത്.
ഈ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ഇമ്പ്രസീവായിട്ടോ നല്ല അടിപൊളിയാണ്. ഒരു ഫാമിലി നടത്തുന്ന ഒരു ഹോസ്റ്റലാണ്, അവിടെയുള്ള ഫാമിലി റൂമാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, നല്ല സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത റൂമാണ്. ഈ റൂമിന് 2 ദിവസത്തേക്ക് വരുന്നത് 292 ദിർഹംസ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയധികം പൈസ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഇവിടെ ടാക്സ് ഉണ്ട്, ഒരു ടൂറിസ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞൊരു ടാക്സ് ഉണ്ട്, റൂം എടുക്കുന്നതൊക്കെ അങ്ങനെ ഒരു ടാക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് 292 വരുന്നത്. നമ്മൾ ഇന്ന് നൈറ്റ് നാളെ നൈറ്റ് ഇവിടെ ആയിരിക്കും. പിന്നെ പിറ്റേ ദിവസം നമ്മളിനി ഇവിടെ നേരെ തിരിച്ച് താഷ്കണ്ടിലേക്ക് ഉള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിനി താഷ്കണ്ട് കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ സമർക്കന്ത് കണ്ടു, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബുക്കാർ വന്നു. അപ്പോൾ ഓരോ കണ്ട കാഴ്ചകളെക്കാളും കൂടുതലാണ് നമ്മളിനി കാണാനുള്ള കാഴ്ചകൾ. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഉസ്ബെക്കിസ്ഥാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഫാമിലീസിനൊക്കെ വന്ന് ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ സീരീസിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓരോ സീരീസും കണ്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും ഇതേപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഉള്ള സംശയങ്ങൾക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവർ സംശയങ്ങൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉസ്ബെക്കിസ്ഥാൻ സീരീസിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഡൗട്ടൊന്നും കൂടാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. അപ്പോൾ ഇനി പുതിയ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി നാളെ കാണാം. ഓക്കെ, ബൈ.